സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രോഗമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ അമിതവും അനിയന്ത്രിതവുമായ വളർച്ച ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതിയാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസം സ്ഥലാർബുദ ബോധവൽക്കരണ മാസമായി ലോകമെമ്പാടും ആചരിക്കുന്നു. ലോക ജനതയിൽ ഇത് 12% സ്ത്രീകളെ ബാധിക്കുന്നു. പുരുഷന്മാരിൽ 0.5 to 1% ഇത് കണ്ടുവരുന്നുണ്ട്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് മൈ ലൈഫ് എന്ന് എല്ലാവരും വിചാരിക്കും. മറ്റു ക്യാൻസറുകളിൽ നിന്നും വ്യത്യസ്തമായി സ്ഥലാർബുദം നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു രോഗമാണെന്ന്, അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുന്നതിനായി പാലക്കാട് പാലന ഹോസ്പിറ്റലിലെ OBG ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ നടത്തുന്ന ഒരു പരിശ്രമമാണിത്. ബ്രസ്റ്റ് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നതിന് വേണ്ടി ഡോക്ടർ സബിതയെ ക്ഷണിക്കുന്നു. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, അതായത് ആർക്കൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആൾക്കാർ. നമ്മൾ ആദ്യമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രായം എത്തി നോക്കുകയാണെങ്കിൽ 40 വയസ്സിന് മേലുള്ളവർക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആൾക്കാർ. രണ്ടാമത് എടുത്ത് നോക്കുമ്പോൾ ഒബേസിറ്റി, ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർക്കും എസ്പെഷ്യലി മാസം മുറ നിന്ന ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണ്. മൂന്നാമത് എടുത്ത് നോക്കുകയാണെങ്കിൽ അമിതമായ മദ്യപാനമുള്ള ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പുകവലിക്കുന്ന ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പിന്നത്തെ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്കാണെങ്കിലും അവർക്കും ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ കുറേ നേരമായിട്ട് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, കുറേ നേരം ദീർഘകാലമായിട്ട് ഇങ്ങനെ ഇരുന്ന് ജോലി എടുക്കുന്ന ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിൽ ലോങ് ടേം ആയിട്ട് കമ്പൈൻഡ് ഹോർമോണൽ പിൽസ്, അതായത് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എടുക്കുന്നവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ജനിതക മ്യൂട്ടേഷൻസിൽ മെയിൻലി BRCA1, BRCA2, PALB2, അതിൽ ആ ജനിതക മ്യൂട്ടേഷൻസ് ഉള്ള ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്തത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്റെ കൊലീഗായ ഡോക്ടർ രേഷ്മ പറയുന്നതായിരിക്കും. ബ്രസ്റ്റ് ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സാധാരണമായിട്ട് ഏർലി സ്റ്റേജസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ രോഗലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. മെയിൻ ആയിട്ടുള്ള രോഗലക്ഷണം എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ കാണുന്നത്. യൂഷ്വലി അത് വേദന ഇല്ലാത്തൊരു മുഴയാണ്. അത് ഹാർഡും ഫിക്സഡ് ആയിരിക്കും, അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ മുഴകളും, ബ്രസ്റ്റിൽ കാണുന്ന മുഴകൾ ക്യാൻസർ ആകണമെന്നില്ല. പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള ഫീമെയിൽസിൽ കാണുന്ന ബ്രസ്റ്റ് മുഴകൾ, ചെറിയ മുഴകൾ ഫൈബ്രോ അഡിനോമ എന്നുള്ളത് ആകാം. പക്ഷേ ഈ മുഴ ക്യാൻസർ ആണോ അല്ലയോ, ഇത് ചെറുതാണോ, ഈവൻ ചെറിയ മുഴകളാണെങ്കിലും അത് ക്യാൻസർ അല്ല എന്ന് ഡോക്ടറെ കാണിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കംപ്ലീറ്റ് ആയി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഫർദർ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കംപ്ലീറ്റ് ആകണമെന്നില്ല. വേറൊരു രോഗലക്ഷണം കാണുന്നത് ബ്രസ്റ്റിന്റെ ആകൃതിയിലും വലുപ്പത്തിലും ഉണ്ടാകുന്ന മാറ്റമാണ്. അതില് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ബ്രസ്റ്റിലാണെങ്കിൽ ആകൃതിയും വലുപ്പവും കൂടുതലായിരിക്കും കമ്പയർ ടു ദ മറ്റേ ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലാത്ത ബ്രസ്റ്റിനെ കമ്പയർ ചെയ്യും. പിന്നെയുള്ള രോഗലക്ഷണം അതിൽ സ്കിൻ ചേഞ്ചസ് ആണ്. ബ്രസ്റ്റിലെ ചർമ്മത്തിലുള്ള വ്യത്യാസമാണ്. ഒന്ന് ചുവപ്പ് നിറമായിരിക്കും. പിന്നെ ചില സമയത്ത് ബ്രസ്റ്റിൽ ചെറിയ ചെറിയ കുഴികളായിട്ട്, അത് ഡിംപിളിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ പക്കറിംഗ് എന്ന് പറയും. അഥവാ പ്യൂഡി ഓറഞ്ച്, അതായത് നമ്മുടെ ഓറഞ്ച് തൊലിയില്, ആ ഓറഞ്ച് തൊലിയില് ചെറിയ ചെറിയ കുഴികൾ കാണിക്കും. അതുപോലെ ആയിരിക്കും നമ്മുടെ ബ്രസ്റ്റിലെ അവിടുത്തെ സ്കിൻ. അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് എത്രയും വേഗം നിങ്ങൾ ചികിത്സ തേടണം. പിന്നെ മുലക്കണ്ണിലും നിറമാറ്റം ഉണ്ടാവാം. ചുവപ്പ് നിറത്തിൽ നിറമാറ്റം ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്തം കലർന്ന ഡിസ്ചാർജസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മുലക്കണ്ണ് അകത്തേക്ക് തന്നെ വലിഞ്ഞിരിക്കാം. ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെയുള്ളത് കക്ഷത്തിൽ ചിലപ്പോൾ നീർവീഴ്ചയോ അല്ലെങ്കിൽ കഴകൾ അല്ലെങ്കിൽ മുഴകളായിട്ട് കാണാം. അങ്ങനെയുണ്ടെങ്കിലും ഡോക്ടറെ സമീപിക്കാം. പിന്നെ അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ അൾസർ, ഒരു വ്രണം പോലെ ആയിട്ട് അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ അത് അഡ്വാൻസ് സ്റ്റേജസിലും കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ സാധാരണ ആയി കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള രോഗലക്ഷണമാണ് ബ്രസ്റ്റിലെ മുഴ. അത് ചെറുതാണെങ്കിലും
അത് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുകയും വേണം. അത് നമ്മൾ എങ്ങനെയാണ് സ്ക്രീൻ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചും നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അങ്ങനെ ചെയ്താലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതിനെക്കുറിച്ചും പിന്നെ ബാക്കി ഇതിന്റെ നൂതന സാങ്കേതിക വിദ്യ അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ചും ഡോക്ടർ ശ്രീവിദ്യ സംസാരിക്കുന്നതാണ്. നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് സ്ഥലങ്ങളിലെ അർബുദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ കണ്ടെത്തുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നേരത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് സ്വയം സ്തന പരിശോധന അഥവാ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും എല്ലാ മാസവും പീരീഡ്സ് ആയതിൻ്റെ 10 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് സ്തന പരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ കാഴ്ചയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതുപോലെ തൊട്ട് നോക്കി എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലാത്തപ്പോഴോ ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് 2 കൈകളും ഇടുപ്പലിൽ വെച്ചുകൊണ്ട് 2 സ്ഥലങ്ങളിലും വലുപ്പത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ആകൃതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതുപോലെ 2 നിപ്പിൾസ് തമ്മിൽ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിപ്പിൾ ഉൾവലിഞ്ഞിട്ടുണ്ടോ അഥവാ റിട്രാക്റ്റഡ് നിപ്പിൾസ് ഉണ്ടോ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ബ്രസ്റ്റിൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് കൂടി നോക്കണം. ഡിംപ്ലിംഗ്, പക്കറിങ്, അതുപോലെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി പോലെ പ്യൂഡി ഓറഞ്ച് അപ്പിയറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇത് 2 കൈകളും തലയ്ക്ക് മുകളിലായി ഉയർത്തിയതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാഴ്ചയിൽ 2 സ്ഥലങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ നോക്കണം. തൊട്ട് നോക്കിയും കൊണ്ടുള്ള പരിശോധന നമുക്ക് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ ചെയ്യാവുന്നതാണ്. നമ്മുടെ കൈകളിലെ വിരലിൻ്റെ ഈ ഒരു ഭാഗം വെച്ചാണ് നമ്മൾ സ്തന പരിശോധന നടത്തേണ്ടത്. ഔട്ടർ ആസ്പെക്റ്റിൽ നിന്ന് ഉള്ളിലോട്ട് വരുന്ന പോലെ എല്ലാ ഭാഗവും നമ്മൾ ഒരു സർക്കുലേറ്ററി മോഷനിൽ ഈ ഒരു ഭാഗം വെച്ച് പരിശോധന നടത്തേണ്ടതാണ്, എന്തെങ്കിലും മുഴകളുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നിപ്പിൾ ഏരിയോള കോംപ്ലക്സിൻ്റെ അടിയിലായി എന്തെങ്കിലും മുഴകളുണ്ടോ, അതുപോലെ നിപ്പിൾ പ്രസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡിസ്ചാർജസോ എന്തെങ്കിലും രക്തം കലർന്ന ഡിസ്ചാർജസ് എന്തെങ്കിലും നിപ്പിളിൽ നിന്ന് വരുന്നുണ്ടോ നമ്മൾ നോക്കണം. ഇതുപോലെ തന്നെ നമുക്ക് സ്തനാർബുദം നേരത്തെ കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗമാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. അതായത് സ്തനങ്ങളുടെ എക്സ്റേ. 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ ഈ മാമോഗ്രാം ടെസ്റ്റുകൾ നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ 6 മാസത്തിൽ ഒരിക്കലായി ഡോക്ടറുടെ അടുത്ത് പോയിട്ടുള്ള സ്തന പരിശോധന കൂടി നടത്തേണ്ടതാണ്. Now I shall be talking about the management of breast cancer. ട്രീറ്റ്മെന്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നത് ആ ട്രീറ്റ്മെന്റ് ചെയ്ത ശേഷം റെക്കറൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ആക്കിയേക്കുന്നത് ഏത് സബ് ടൈപ്പ് ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മൾ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. സബ് ടൈപ്പ് ലിംഫ് നോഡ്സ് ഇൻവോൾവ് ആവുകയാണെങ്കിൽ അത് ടൈപ്പ് 2 and B ആണ്. ലിംഫ് നോഡ്സ് ഇൻവോൾവ് ആയി കഴിഞ്ഞ് വേറെ ഡിസ്റ്റന്റ് ഓർഗൻസിലോട്ട് അത് മാറിക്കഴിഞ്ഞാൽ അത് ടൈപ്പ് 4 ആണ്. അപ്പം ഡോക്ടേഴ്സ് മാക്സിമം ട്രൈ ചെയ്യുന്നത് കമ്പൈൻ all these therapies so that recurrence does not occur in case of the breast cancer management. അപ്പോൾ 3 ഭാഗമായിട്ട് ബേസിക്കലി ഈ മോഡാലിറ്റീസ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിൽ എടുത്തേക്കുന്നത്. ഒന്ന് സർജിക്കൽ മാനേജ്മെന്റ്, ഒന്ന് റേഡിയേഷൻ, ഒന്ന് മെഡിക്കൽ മാനേജ്മെന്റ്. സർജിക്കൽ മാനേജ്മെന്റിൽ 2 ടൈപ്പാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ലംപെക്ടമി, വേറൊന്നത് മാസ്റ്റെക്ടമി. ലംപെക്ടമി എന്ന് പറയുന്നത് ആ ക്യാൻസർ ഉള്ള ഭാഗം മാത്രം നമ്മൾ എടുത്തു കളയുന്നതാണ്. അതിനകത്ത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കഴലിലുള്ള ലിംഫ് നോഡ്സ്, അതായത് കഴല നമ്മളിങ്ങനെ വീർത്ത് വരുന്നതിൻ്റെ കൂട്ടെന്ന് പറയത്തില്ലേ, അപ്പോൾ ആ ഭാഗങ്ങൾ മൊത്തം എടുക്കുമായിരുന്നു. ഈ റീസെന്റ് ഇയേഴ്സിലെല്ലാം അതിൽ വെറും ക്യാൻസർ ഭാഗം മാത്രമുള്ള ലിംഫ് നോഡ്സ് മാത്രം എടുക്കും. അതിന് സെന്റിനൽ ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളത് റേഡിയേഷൻ. റേഡിയേഷൻ നമുക്കൊരു സർജറിക്ക് മുമ്പും ചെയ്യാറുണ്ട്, റേഡിയേഷൻ അത് സർജറി കഴിഞ്ഞിട്ടും ചെയ്യാറുണ്ട്. അതിൻ്റെ ബേസിക് ഐഡിയ ഈസ് ബാക്കിയുള്ള മൈക്രോസ്കോപ്പിക് ക്യാൻസർ സെൽസ് എല്ലാം ആ ഭാഗത്തുനിന്ന് മെയിൻലി മാറ്റാൻ, മെയിൻലി നമ്മുടെ ചെസ്റ്റ് അതായത് ബ്രസ്റ്റ് ഉള്ള ആ ഭാഗത്തുനിന്ന് അത് മൊത്തമായിട്ട് റെക്കറൻസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് റേഡിയേഷൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് മെഡിക്കൽ മാനേജ്മെന്റ്. അതിനകത്ത് നമുക്ക് കമ്പൈൻ ആവുന്ന കെമോതെറപ്പി ഉണ്ട്, ബയോളജിക്കലി ആക്റ്റീവ് ഏജൻസ് ഉണ്ട്, അതല്ലാതെ ഹോർമോൺ തെറപ്പി ഉണ്ട്. ഹോർമോൺ തെറപ്പിയിൽ നമുക്ക് ഹോർമോൺ റിസെപ്റ്റേഴ്സ് ടൈപ്പ് പ്രൊജസ്റ്ററോൺ ആൻഡ് എസ്ട്രോജൻ റിസെപ്റ്റേഴ്സ് ആൻഡ് HER2 റിസെപ്റ്റേഴ്സ്, ഈ 3 റിസെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഒരു നല്ല പ്രോഗ്നോസിസ് ആണ് കിട്ടുന്നത്. ഈ 3 ഇല്ലെന്ന് വെച്ചാൽ നമ്മളൊരു ബാഡ് പ്രോഗ്നോസിസ്, അതായത് അതിൻ്റെ ഔട്ട്കം ഈസ് യൂഷ്വലി ബാഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജസ്റ്ററോൺ ആൻഡ് എസ്ട്രോജൻ റിസെപ്റ്റേഴ്സ് നമുക്ക് 2 ടൈപ്പ് മെഡിസിൻസ് കിട്ടുന്നുണ്ട്. ഒന്ന് ടെമോക്സിഫൻ, വേറൊന്ന് നമുക്ക് കിട്ടുന്ന ലെട്രോസോൾ, ദാറ്റ് ഈസ് ആരോമാറ്റസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ മെഡിസിൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 5 to 10 years വരെ അത് എടുക്കേണ്ടി വരും. പിന്നെ മാസമുറ നിൽക്കാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് മാസമുറ നിൽക്കുന്നതായിട്ട് ഇത് കാണും, പക്ഷേ ദ റിസൾട്ട്സ് ആർ യൂഷ്വലി ഗുഡ്. അപ്പം നമ്മൾ
മറ്റേത് വേറെ ബയോളജിക്കലി ആക്റ്റീവ് ഏജൻസ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ മെഡിസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ കീമോതെറപ്പിയും കമ്പൈൻ ചെയ്യണം. കീമോതെറപ്പിയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദ ഔട്ട്കം ഈസ് ഗുഡ്. അഥവാ ബ്രസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റുവാണെങ്കിൽ നമ്മളത് കാണുന്നത് സിലിക്കോൺ അല്ലെങ്കിൽ ഫോം ആയിട്ടൊക്കെ നമുക്ക് ബ്രസ്റ്റിന് കൺസേർവ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലാപ്പ് റീപ്ലേസ്മെന്റ് തെറപ്പി ഉണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പത്തെ ബ്രസ്റ്റ് ക്യാൻസർ വീഡിയോ ഓൾറെഡി പാനലിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. പിന്നെ the basic aim of management of breast cancer is early access to the oncologist, radiologist, pathologist, nutrition, dietitian, mental health workers, social workers, and ഇവരെല്ലാം കൂടെ നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് നമ്മുടെ ക്യാൻസർ പേഷ്യന്റ് വി വിൽ റിഗെയിൻ ബാക്ക് ദർ ഇൻഡിപെൻഡൻസ്, ദർ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻ ദ സൊസൈറ്റി. ഇവരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ they will come back to the society very soon. That is the primary aim. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒക്ടോബർ മാസം എല്ലാ വർഷവും ലോകമെമ്പാടുമായിട്ട് അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നത്, so that we can save as many as life as possible if we detect breast cancer earliest. So thank you. Welcome to everyone for the Breast Cancer Awareness Week 2025. Breast cancer, as we all know, is one of the most common cause of mortality and morbidity among the women of the worldwide and also India, and it is also one of the most researched cancers worldwide due to the stigma attached with it. And as we know, the recent advances in breast cancer being gene expression profiling, and based on that the targeted therapy has come a long way, and targeted therapies like trastuzumab, which has a 50% disease-free survival rate, monoclonal antibodies, small molecule proteins, and also the target protein, small target protein therapy has come a long way. And now the NCI is also keen on implementing the interval mammogram rather than a standard annual mammogram to avoid the overdiagnosing and overtreatment in the menopausal women. Like we all said, the diagnosis starts from the fingertip for the breast cancer, and the early diagnosis and early treatment for the breast cancer will help in preventing the long-term mortality and morbidity among the women. Hope you all had a good chat.